ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ സ്വദേശി രതീഷ് കുമാർ. കാരോട് മുതൽ കഴക്കൂട്ടം വരെ 50 കിലോമീറ്റർ നിർത്താതെ ഓടിക്കൊണ്ടായിരുന്നു നേട്ടം കൈവരിച്ചത്. യുവാക്കളിലും സമൂഹത്തിലും ഉയർന്നുവരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെ ലഘുലേഖനങ്ങളും ബോധവൽക്കരണങ്ങളും ഉയർത്തിക്കൊണ്ടായിരുന്നു നെയ്യാറ്റിങ്കര കുന്നത്തുകാൽ വൃന്ദാവനിൽ രതീഷ് കുമാർ എന്ന 38-കാരൻ നിർത്താതെ ഓടി റെക്കോർഡുകൾ കരസ്ഥമാക്കിയത്. ആൻറ്റി ഡ്രഗ്സ് അവയർനെസ് പ്രോഗ്രാമിന് ഇപ്പോൾ എന്നെ തേടി വന്ന ഈ റെക്കോർഡുകൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ റെക്കോർഡുകളുടെ ഒക്കെ നമുക്ക് കിട്ടാനുള്ളൊരവസരം നമുക്ക് ഈ 3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് എപ്പോഴും നമുക്കൊരു റെക്കോർഡിൽ എത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ അതൊരു പ്രചോദനമാണ്. അടുത്ത് നമ്മുടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ റെക്കോർഡുകൾക്ക് ശേഷം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് കേരളത്തിൻ്റെ തെക്ക് പാറശാല മുതൽ വടക്ക് കാസർഗോഡ് വരെ യുവാക്കളിൽ നമ്മുടെ സമൂഹത്തിലെ ബാധിച്ചിരിക്കുന്ന വിപത്തായ ലഹരിക്കെതിരെ സന്ദേശം കേരളത്തിൻ്റെ തെക്ക് പാറശാല മുതൽ കാസർഗോഡ് വരെ ഈ ഒരു സന്ദേശം ലഹരിക്കെതിരെ ഉള്ള ഒരു സന്ദേശം എത്തിക്കുക എന്നതാണ് അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത്. ലഹരിക്കെതിരെ സന്ദേശമുയർത്തിക്കൊണ്ട് കാരോട് മുതൽ കഴക്കൂട്ടം വരെ ബൈപ്പാസിലൂടെ 50 കിലോമീറ്റർ നിർത്താതെ ഓടിയ രതീഷിനെ തേടിയെത്തിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയ ബഹുമതികളാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലമായി പാറശാലയ്ക്ക് സമീപം ഉദയൻകുളങ്ങരയിൽ സൈനിക മേഖലയിൽ യുവാക്കളെ പരിശീലിപ്പിക്കുന്ന സ്ഥാപനം നടത്തിവരികയാണ് രതീഷ്. ഞാൻ കഴിഞ്ഞ 13 വർഷക്കാലമായി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ട്രെയിനിങ് അക്കാഡമിയുടെ യൂണിറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ യുവാക്കളെ സൈന്യത്തിൽ പ്രവേശിക്കുന്ന അതാണ് ആ അക്കാഡമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നു. ഏകദേശം അതെല്ലാം ടീനേജിലുള്ള കുട്ടികളാണ്. അപ്പോൾ അതിനുശേഷം ഈ കോളേജ് ചില സ്കൂളുകളിലൊക്കെ നമ്മുടെ ഈ അവയർനെസ് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഏകദേശം എല്ലാം അധ്യാപകരായാലും അതിൻ്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരായാലും ഈ യുവാക്കളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ സ്കൂൾ സ്ഥലങ്ങളിൽ കുട്ടികളുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ടാണ് അവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുടെ ഭാഗമായി സ്കൂൾ കോളേജ് തലങ്ങളിൽ സെമിനാറുകളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഉണ്ടായ പാഠങ്ങളും അനുഭവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഓടാൻ രതീഷ് തീരുമാനിച്ചത്. കാരോട് മുതൽ കഴക്കൂട്ടം വരെ 6 മണിക്കൂർ 45 മിനിറ്റ് നിർത്താതെ ഓടിക്കൊണ്ടാണ് സൈനിക പ്രേമി കൂടിയായ ഈ യുവാവ് റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ളൊരു ഷെഡ്യൂള് നമ്മൾ SP ഓഫീസിലും DBSP ഓഫീസിലും നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ മെയിൽ ചെയ്യുകയുണ്ടായി. സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് അതിനുണ്ടായി. എൻ്റെ കൂടെ ഞാനാണ് സിംഗിൾ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും കൂടെ ഓടാൻ ഇവിടെ തന്നെ സ്റ്റുഡൻ്റായിട്ടുള്ള അവനിപ്പോൾ SSC സെലക്ഷൻ ആയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ വരികയുണ്ടായി. ഈ പോകുന്ന സമയത്ത് കൂടെ ഈ വണ്ടിയിലും തുടക്കം മുതൽ അവസാനം വരെയും ഈ പോടിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കൂടെ വന്നതും ഇതിനു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ വേളയിൽ നന്ദി പറഞ്ഞു. നെയ്യാറ്റിങ്കര DYSP S ചന്ദ്രദാസ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് 2025 ജൂൺ 9 പുലർച്ചെ 4 കാരോട് നിന്ന് ആരംഭിച്ച ഓട്ടം രാവിലെ 10:45 കഴക്കൂട്ടത്ത് സമാപിക്കുകയായിരുന്നു. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിത്വങ്ങളും യുവജന സംഘടനാ അംഗങ്ങളും ലഹരി വിരുദ്ധ സന്ദേശവും ലഘുലേഖനങ്ങളും നൽകി അനുഗമിച്ചിരുന്നു. ഭാവിയിൽ കാസർഗോഡ് മുതൽ പാറശാല വരെ ഇത്തരത്തിലുള്ള ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രതീഷ് കുമാർ. ഇതിന് പിന്തുണയുമായി ധനകാര്യ മേഖലയിലെ ഉദ്യോഗസ്ഥ കൂടിയായ രതീഷ് കുമാറിന്റെ ഭാര്യ വിഷ്ണുപ്രിയയും മകൻ ആഷിക്കും ഉൾപ്പെടെയുള്ള കുടുംബവും പിന്തുണയുണ്ട്. വിസ്മയ ന്യൂസ്, നെയ്യാറ്റിങ്കര.